അമ്മ ഇതായിരുന്നു, മെമ്പറായിരുന്നു. അമ്മ ആക്സിഡൻ്റായി മരിച്ചുപോയി. അതിന് പകരം നിന്ന് ജയിച്ചതാണ്. അത്രയും നല്ലൊരു പങ്കജായിരുന്നു. ഞങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു അടക്കിനൊക്കെ. കല്യാണത്തിന് കൂടിയുണ്ട്, എല്ലാ കാര്യത്തിനും രണ്ടും വന്നു. എന്നുവെച്ചാൽ അത് തന്നെ ഇവിടുത്തെ മെമ്പറായിരുന്നു, അതല്ല ഇവിടുത്തെ മുത്തലി പ്രസിഡൻ്റായിരുന്നു. അതുകൂടാതെ തന്നെ പുള്ളിക്കാരത്തി അതിൻ്റെ 6-7 മാസം ഉണ്ടായിരുന്നു പ്രസിഡൻ്റായിട്ട്. പിന്നെ മെമ്പറായിട്ടിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ പ്രശ്നമായിരുന്നാണ് ഇവിടെ പറഞ്ഞറിഞ്ഞത്. നമുക്കറിയത്തില്ലായിരുന്നു. നിങ്ങളൊക്കെ കൂടി ഉണ്ടായിരുന്നോ പ്രചരണത്തിനും കാര്യങ്ങൾക്കൊക്കെ? ഇല്ല, അതൊന്നും പോയില്ല. അവിടെയല്ലായിരുന്നു. മറ്റേ ആർക്കുന്നു. പിന്നെ എന്തിനാ രാഷ്ട്രീയം വിട്ട പുള്ളിക്കാരി ഇത്രയും സജീവമായിട്ട് പ്രസിഡന്റ് വരെ? അത് വീട്ടു പ്രശ്നമാണെന്നാണ് അറിയുന്നത്. അവിടെ ഓഫീസ് തുടങ്ങിയത് നമ്മുടെ പാലയിൽ ഓഫീസ് തുടങ്ങിയിട്ട് അതിൻ്റെ പൈസ മുടക്കിയത് പുള്ളിക്കാരനാണ്. പുള്ളിക്കാരത്തെ ഭർത്താവാണ്. ആ പൈസ തിരിച്ചു ചോദിച്ചു. അത് തൊട്ട് പ്രശ്നമായി. നമ്മളറിയുന്ന അന്ന് വൈകിട്ട് നമ്മളറിയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. വാർത്ത കണ്ടപ്പോഴാണ് അറിയുന്നത്. ഡിസ്മോളിൽ കണ്ടപ്പോൾ നമ്മൾ എന്നാലും ഭയങ്കര ഇതായിപ്പോയി. ആരോടെങ്കിലും പുള്ളിക്കാരി വിഷമം പറഞ്ഞിട്ട് അറിയാമോ? ഇങ്ങനെ അതേപ്പറ്റൊന്നും അറിയത്തില്ല. അവർ അച്ഛൻ 2 പ്രാവശ്യം അവിടെ ചെന്ന് പ്രശ്നം തീർക്കുകയൊക്കെ ചെന്നൊക്കെയാണ് ഈ മച്ചടം കഴിഞ്ഞപ്പോൾ അറിഞ്ഞത്. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാലും നല്ലൊരു പങ്കച്ചായിരുന്നു. ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ളൊരു പങ്കച്ചല്ലേ. അങ്ങനെ ഒരാൾ ചെയ്യുമോ നമുക്ക് ചിന്തിക്കാം? ഒരിക്കലും ചെയ്യല്ല പുള്ളിക്കാരത്തി. അങ്ങനെ ഷൈനിയുടെ കാര്യം നമുക്ക് അറിയാമല്ലോ. നിസ്സഹായാവസ്ഥയിലായിരുന്നു. സഹായിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. നീ വക്കീലായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഹൈക്കോടതി വക്കീലായിരുന്നു. പലയിലും പുതിയ ഓഫീസൊക്കെ കിട്ടും. അധികം ആയില്ല. അതുകൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. ഏതെങ്കിലും ഒരു നേതാക്കന്മാരെയും അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരെയൊക്കെ വിളിക്കാനുള്ളൊരു സാധ്യത അത്രയും കഴിവുള്ള അങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാന്ന് പറഞ്ഞു. തലേദിവസം എന്തോ സംഭവിച്ചിട്ടുണ്ട് വീട്ടിൽ. അല്ല അങ്ങനെ ചെയ്യല്ല പുള്ളിക്കാരൻ. എന്തെങ്കിലും ഒരു അറിവുണ്ടോ അതിനെപ്പറ്റി? അതേപ്പറ്റി നമുക്ക് ഇവിടെ അറിയാൻ പറ്റിയല്ലോ. നമ്മളത്തെ ദൂരമല്ലേ. കല്യാണം കഴിഞ്ഞത് അധികം നാളിങ്ങോട്ട് വന്നിട്ടില്ല പുള്ളിക്കാരത്തി. വിടിയലായിരുന്നാണ് പറഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞു. അങ്ങനെയാണ്. എന്നാലും 2 കുഞ്ഞുങ്ങളും ഇളയ കൊച്ചിനൊന്നും കാണാൻ പറ്റിയല്ല നമുക്ക്. അതുപോലൊരു പാവം കിടക്കുന്നതല്ല. എന്തായാലും അവർ കേസ് കൊടുക്കാനായിട്ടിരിക്കുക. കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. കൊടുത്ത് കാണണം, കൊടുക്കണമല്ലോ. അല്ല ഞാൻ ചെയ്യുന്നില്ല. ഇളയ പിള്ളേരൊക്കെ നല്ല അടുപ്പമുണ്ടായിരുന്നു. കൊച്ചു പിള്ളേർ ഇല്ല. അവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. കാരണം ഇങ്ങോട്ട് വരവില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞോട്ട് അങ്ങനെ വരവില്ലായിരുന്നു. കാരണം അച്ഛനുണ്ട്, അത് കിട്ടി. ഒരു യുക്കെല്ലാം കണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് വന്നിട്ട് പോയതാണ് പുള്ളിക്കാരൻ. അന്നേരം എന്താ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോയി കണ്ട് പറഞ്ഞ് തീർക്കുകയൊക്കെ ചെയ്തെന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞറിഞ്ഞ ആളല്ലേ പുള്ളിക്കാരത്തി. ആ പുള്ളിക്കാരത്തി പ്രശ്നം വന്നാൽ പുള്ളിക്കാരത്തി താങ്ങാൻ പറ്റിയില്ല. അമ്മ ഇവിടെ ഒരാഴ്ച വന്നാലും വരും. പുള്ളിക്കാരത്തി വരത്തില്ല. അമ്മ മെമ്പറായിരുന്നപ്പോൾ ഇവിടെ വന്ന് രാവിലെ ഒന്നും എല്ലാവരും വർത്തമാനം പോയിട്ട് എല്ലാം അങ്ങനെ പോകേണ്ടതല്ലോ. പുള്ളിക്കാരത്തി നല്ലൊരു സ്ത്രീയായിരുന്നു. ഇവിടെ നാട്ടുകല ആക്സിഡൻ്റായി. അങ്ങനെ കൊച്ചുവള്ളിയെ പോയി തലയടിച്ചാണ് മരിക്കുന്നത്. അതിന് പകരം കയറുതാണ് മോള്. ഇതിൽ വന്ന് കയറുവാണ്. കല്യാണം കഴിഞ്ഞ് പിന്നെ ആരുമായിട്ടും വലിയ അടുപ്പമില്ല. വന്നാലും പെട്ടെന്ന് പോവും. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ എന്ത് സംസാരിച്ചിട്ടേ പോകുക. വലിയ ഇത്രയും കഴിവുള്ളൊരു പെൺകുട്ടി. ഓർത്തിരിക്കാനൊരിതുണ്ടോ സംസാരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത്? ഇല്ല, അങ്ങനെ ഒരു അമ്മയായിട്ടായിരുന്നു നമുക്ക്. അത്രയും പുള്ളിക്കാരത്തിയായിട്ട് അത്ര കാര്യം എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെ അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതെല്ലാം തീർന്നു, അങ്ങ് പോയില്ലേ. പിന്നെ ഇങ്ങോട്ട് പറയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്ന 1 പ്രാവശ്യം 2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാം കണ്ടിട്ടില്ല. ഇതിലേ കയറി പോണേ. പുള്ളിക്കാരനെ കൂടി കണ്ടില്ല. ഒന്നും കണ്ടിട്ടില്ല ഞങ്ങൾ ഇതുവരെ. പുള്ളിക്കാരനുമായിട്ട് വന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ല. കല്യാണത്തിന് കൂടിയായിരുന്നോ? കല്യാണത്തിന് അമ്മയും ഭാര്യയും കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.